സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തുടക്കത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഇതെങ്ങനെ തുടങ്ങും? ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് ഭയങ്കര ദുർഘടം പിടിച്ചതാണോ? ഇതിലിട്ട് കഴിഞ്ഞാൽ പൈസ പോവോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് തലവേദന എടുത്ത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ ഇത് ആലോചിച്ച് ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഐ എം സ്പെഷ്യലി ഡെഡിക്കേറ്റിംഗ് ടു മൈ ഫീമെയിൽ ഫ്രണ്ട്സ് ഔട്ട് ദെയർ. അതായത് നമ്മൾ സ്ത്രീകൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ചിന്തിച്ചു തുടങ്ങണം. നമ്മളിൽ മിക്ക ആൾക്കാരും ഇന്ന് സമ്പാദിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ജോലിയെടുത്ത് പണം ഉണ്ടാക്കുന്നുണ്ട്. ആ പണം കൃത്യമായിട്ട് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും കൂടി നമ്മൾ പഠിക്കണം. ഇനി ജോലി ഇല്ലാത്ത സ്ത്രീകൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ വീടുകളിലെ ചെലവുകൾ കുറക്കാം. ചെലവുകൾ കുറച്ച് ഒരു എമൗണ്ട് കണ്ടെത്തി ആ എമൗണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. എപ്പോഴും ആലോചിക്കുക, പണം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് നൽകുന്നത് ഒരു കോൺഫിഡൻസ് ആണ്. പലരും പറയും സ്ത്രീകൾക്ക് പണം കിട്ടിക്കഴിഞ്ഞാൽ അവർ അഹങ്കാരികളാവുമെന്ന്. പക്ഷേ അഹങ്കാരികളല്ല ആവുക, നമ്മൾ കോൺഫിഡൻ്റ് ആണ് ആവുക. ആൻഡ് ദർ ആർ റിയൽ മെൻ ഔട്ട് ദെയർ ഹു എൻകറേജ് സച്ച് കോൺഫിഡൻറ്റ് ലേഡീസ്. അല്ലേ? ഈ വീഡിയോ കാണുന്ന ആണുങ്ങളൊക്കെ നിങ്ങളൊക്കെ അങ്ങനെയല്ലേ? സ്ത്രീകൾ പണം ക്രിയേറ്റ് ചെയ്ത് കോൺഫിഡൻ്റ് ആവട്ടെ. ആൻഡ് റിയൽ മെന്നായ നിങ്ങൾ അത് തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ബിഗിനർക്ക് എങ്ങനെയാണ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ സാധിക്കുക എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ, തുടക്കക്കാർക്ക് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ഏറ്റവും മികച്ച മാർഗ്ഗം. അപ്പോൾ ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ട് സംസാരിക്കുക. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഇക്വിറ്റിയിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ നിക്ഷേപിക്കാം. ഒന്ന്, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റോക്സ് വാങ്ങിയിട്ട് അങ്ങനെ നിക്ഷേപിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിലൂടെയും നിക്ഷേപിക്കാം. എന്താണ് ഈ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്? സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്നല്ല നമ്മൾ പറയാം, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറയാം. ഇക്വിറ്റിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ഓണർഷിപ്പ് എന്നാണ്. ഫിനാൻസിൽ ഇക്വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണർഷിപ്പ് ഓഫ് എ കമ്പനി. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു കമ്പനീൻ്റെ ഉടമസ്ഥതയാണ് കിട്ടുന്നത്. കമ്പനിക്ക് വളരാൻ പണം ആവശ്യമാണ്. രണ്ട് രീതിയിൽ കമ്പനിക്ക് പണം ഫണ്ട് ചെയ്യാം. ഒന്ന്, കടം വാങ്ങാം, അതാണ് ഡെറ്റ്. രണ്ട്, കമ്പനീൻ്റെ ഇക്വിറ്റി വിൽക്കാം, ഓണർഷിപ്പ് വിൽക്കാം, അതാണ് ഇക്വിറ്റി ഫണ്ടിങ്. അവർ ഇക്വിറ്റി ഫണ്ടിങ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഷെയറുകൾ, അതായത് ഈ ഒരു ഓണർഷിപ്പിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മളെപ്പോലുള്ള നിക്ഷേപകർക്ക് തരും. നമ്മൾ ആ ഷെയർ വാങ്ങുമ്പോൾ നമ്മൾ ആ കമ്പനിയുടെ ഒരു ഭാഗമായി മാറുന്നു. നമ്മൾ റിലയൻസിന്റെ 10 ഷെയർസ് വാങ്ങിയെന്ന് വിചാരിക്കാം. അപ്പോൾ 10 ഷെയർസ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആ കമ്പനീൻ്റെ ചെറിയൊരു ഭാഗം കിട്ടി. അതാണ് നമ്മുടെ ഇക്വിറ്റി സ്റ്റേക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ട് നമ്മൾ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നു? ഇത് വെറും സ്റ്റോക്ക് നിക്ഷേപമല്ല, നമ്മൾക്കിവിടെ ഉടമസ്ഥതയാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്. വി ആർ ബിക്കമിങ് എ ഓണർ ഓഫ് എ കമ്പനി. അപ്പോൾ നമ്മൾ സ്റ്റോക്കുകളിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിലോ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതാത് കമ്പനീസിൻ്റെ ബിസിനസ്സുകളുടെ ഉടമസ്ഥതയാണ് വാങ്ങുന്നത്. അപ്പോൾ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റോക്സ് വാങ്ങിയിട്ട് നിക്ഷേപിക്കാം. മറ്റൊന്ന്, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് വഴി നിക്ഷേപിക്കാം. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റോക്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു ബ്രോക്കർ വേണം. ഇന്ത്യയിൽ ഇപ്പം ഡയറക്റ്റ് സ്റ്റോക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മളൊരു ബ്രോക്കറിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഈ ബ്രോക്കേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് സിറോദ, അപ്സ്റ്റോക്സ്, ഏഞ്ചൽ വൺ, പേടിഎം മണി, അങ്ങനെ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞതൊക്കെ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സാണ്. പക്ഷേ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ട് നല്ല അറിവ് വേണം. കമ്പനിയുടെ ഫിനാൻഷ്യൽസ് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കമ്പനിയെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല, എല്ലാവർക്കും ഇതിനുള്ള അറിവുണ്ടാവണമെന്നില്ല. ആ കാര്യങ്ങളിൽ അറിവില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് മ്യൂച്വൽ ഫണ്ട്സ് നിലകൊള്ളുന്നത്. നമ്മൾക്ക് എല്ലാം അറിയണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അങ്ങനെ എല്ലാം അറിയുന്ന ഒരാളില്ല. നമ്മളുടെ മേഖലയിൽ ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര സ്കിൽഡ് ആയിട്ടൊരു പേഴ്സൺ ആണ്. നമ്മൾക്ക് പക്ഷേ പണം വളർത്തണം, ഗ്രോ ചെയ്യിക്കണം. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഈ ഡയറക്റ്റ് സ്റ്റോക്സ് ഒക്കെ സ്വന്തമായിട്ട് അനാലിസിസ് ചെയ്യാനൊന്നും സമയമില്ലെങ്കിൽ നമുക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് വഴി ഇൻവെസ്റ്റ് ചെയ്യാം. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ പ്രൊഫഷണൽസ് നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് പണം വാങ്ങി സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബിഗിനർക്ക് തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ഞാൻ ഡയറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്സ് വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ് വഴിയും ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം ഞാൻ എത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്താലും ഐ ആം ഡൂയിങ് എൻ എഡ്യൂക്കേറ്റഡ് ഗസ്, റൈറ്റ്? ഇപ്പോഴത്തെ കമ്പനീൻ്റെ സ്ഥിതി വെച്ചാണ്, ഇപ്പോഴത്തെ കമ്പനീൻ്റെ ഫിനാൻഷ്യൽസ് വെച്ചാണ് ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ ആ കമ്പനി ഭാവിയിൽ പൂട്ടിപ്പോയാൽ എന്ത് ചെയ്യും? സോ ഐ എം ഡൂയിങ് എൻ എഡ്യൂക്കേറ്റഡ് ഗസ്. ബ്ലൈൻഡ് ആയിട്ട് ഗസ് എടുക്കുന്നതിന് പകരം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഗസ്സാണ് എടുക്കുന്നത്. പക്ഷെ നേരെ മറിച്ച് മ്യൂച്വൽ ഫണ്ട്സിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു പ്രൊഫഷണലാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം അയാളുടെ കയ്യിൽ ഒരുപാട് ഫണ്ട്സ് ഉണ്ട്. അപ്പം അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പലരും മ്യൂച്വൽ ഫണ്ട്സിലും ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തുടക്കക്കാരന് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട്സ് വഴിയുള്ള നിക്ഷേപമാണ്. എങ്ങനെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് വഴി നിക്ഷേപിക്കുക?
അവിടെയാണ് SIP വരുന്നത്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. പലർക്കും SIPനെ പറ്റിയിട്ട് പലതരത്തിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്. SIP എന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് അല്ല, ഒരു സ്റ്റോക്ക് അല്ല. SIP ഇസ് എ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്. ഡിസിപ്ലിൻഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് SIP. ഇപ്പോൾ നിങ്ങൾ എല്ലാ മാസവും റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആയിട്ട് പോസ്റ്റ് ഓഫീസിൽ പണം നിക്ഷേപിക്കുന്നു. അതൊരു SIP ആണ്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. അതായത് ഒരു നിശ്ചിത തുക നിശ്ചിത സമയങ്ങളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതേപോലെ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് വാങ്ങുകയാണ്. നിങ്ങൾ എല്ലാ മാസവും ആ സ്റ്റോക്ക് കുറച്ച് വാങ്ങുകയാണ്. അതും ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയിട്ട് സ്റ്റോക്സ് വാങ്ങുന്നു. അത് മ്യൂച്വൽ ഫണ്ട്സിൽ പറയുകയാണെങ്കിലോ, സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഓരോരോ ടൈം ഇൻ്റർവെല്ലിൽ നിക്ഷേപിക്കുന്നു. അതാണ് മ്യൂച്വൽ ഫണ്ടിലെ SIP. ഈ SIP നമ്മൾക്ക് മാസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്വാർട്ടർലി ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾക്കിപ്പോൾ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാ മാസവും പോയിട്ട് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട, നമ്മൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾക്ക് നമ്മളുടെ ബാങ്കിനോട് പറയാം, എല്ലാ മാസവും ഇത്ര എമൗണ്ട് ഈ ഒരു ഫണ്ടിലേക്ക് പോകണം എന്നൊരു ഇൻസ്ട്രക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാ മാസവും കൃത്യമായിട്ടുള്ള ഒരു എമൗണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ SIPൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് താഴ്ന്ന സമയത്ത് നമുക്ക് കൂടുതൽ യൂണിറ്റ്സ് കിട്ടും, മാർക്കറ്റ് കൂടിയ സമയത്തോ നമുക്ക് കുറഞ്ഞ യൂണിറ്റ്സുകളാണ് കിട്ടുക. അപ്പോൾ ഇത് ഉറപ്പാക്കുന്നത് വില കൂടിയ സമയത്ത് നിങ്ങൾ കുറവ് യൂണിറ്റുകൾ വാങ്ങുകയും വില കുറഞ്ഞ സമയത്ത് നിങ്ങൾ കൂടുതൽ യൂണിറ്റുകൾ വാങ്ങുന്നു എന്നാണ്. എന്ന് വെച്ചാൽ യു ആർ ആവറേജിങ് ഔട്ട് യുവർ കോസ്റ്റ്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ 1 ലക്ഷം രൂപ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് മാർക്കറ്റ് താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടം സംഭവിക്കും. അതിനേക്കാളും ഭേദം നിങ്ങൾ ഓരോ ടൈം ഇൻ്റർവെല്ലിൽ, മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി നിങ്ങൾ നിശ്ചയിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ലംസമായിട്ട് ഇട്ടിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് വരുമ്പോഴുള്ള ആ തകർച്ചേൻ്റെ അത്രയും ആഘാതം വരില്ല. അപ്പോൾ ഇതിനെ റുപ്പി കോസ്റ്റ് ആവറേജിംഗ് എന്ന് പറയും. എന്താണ് റുപ്പി കോസ്റ്റ് ആവറേജിംഗ്? ഇതൊരു ടെക്നിക്കാണ്. നിങ്ങൾ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നോ താഴോട്ട് പോകുന്നോ ഇതൊന്നും നോക്കണ്ട. നിശ്ചിത തുകകൾ, അതായത് നിങ്ങൾ ഡിഫൈൻ ചെയ്ത ഒരു പണം എല്ലാ മാസം അല്ലെങ്കിൽ എല്ലാ ആഴ്ച അല്ലെങ്കിൽ ക്വാർട്ടർലി ക്രമാനുഗതമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ വേറെ ഒന്നും നോക്കുന്നില്ല. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു NAV യൂണിറ്റിൻ്റെ വില 50 രൂപയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരു മാസം 1000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ജനുവരിയിൽ നിങ്ങൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന യൂണിറ്റുകൾ 20 യൂണിറ്റുകളാണ്. ഫെബ്രുവരി മാസം മാർക്കറ്റ് താഴ്ന്നു എന്ന് വിചാരിച്ചോ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന യൂണിറ്റുകൾ എത്രയാണ്? 25 യൂണിറ്റുകളാണ്. മാർച്ച് മാസം മാർക്കറ്റ് ഉയർന്നു, 60 രൂപയാണ് NAVയുടെ വില. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന യൂണിറ്റുകൾ 16.67 യൂണിറ്റുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ശരാശരി നിങ്ങളുടെ ചെലവ് എത്രയാണ്? 48.39 രൂപ. അതായത് 61.67 യൂണിറ്റുകൾ നിങ്ങൾ 48.31 രൂപക്ക് വാങ്ങി. അതായത് ഇതിൽ ഏറ്റവും ഉയർന്ന വില 60 രൂപയാണ്, ഏറ്റവും കുറഞ്ഞ വില 40 രൂപയും. അപ്പം നിങ്ങൾക്ക് മൊത്തം യൂണിറ്റുകൾ എത്ര രൂപക്കാണ് കിട്ടിയത്? 48.39 രൂപ. ഇതാണ് റുപ്പി കോസ്റ്റ് ആവറേജിങ്. ഇത് ദീർഘകാലയളവിൽ നമുക്ക് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടെക്നിക്കാണ്. SIPയുടെ പ്രധാന ഗുണങ്ങൾ എന്താണെന്ന് അറിയാം? ഡിസിപ്ലിൻഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നമ്മൾ നിശ്ചയിക്കുകയാണ് എല്ലാ മാസവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ എല്ലാ മാസവും കൃത്യമായിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നു പോകും. ഇമോഷൻസ് ഇതിൽ വരില്ല, കാരണം നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യല്ലേ. ഇമോഷൻസ് പ്ലേസ് എ ബിഗ് റോൾ ഇൻ ഇൻവെസ്റ്റിംഗ്. നമ്മൾ ഡയറക്റ്റ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവരും അനുഭവിച്ച കാര്യങ്ങളായിരിക്കും. നമ്മൾ പല തീരുമാനങ്ങളും നമ്മൾ ഇമോഷൻസ് കാരണം തെറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് പ്രൈസ് ഇങ്ങനെ കൂടുമ്പോൾ നമുക്ക് തോന്നണം ഇപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് കൂടി. അതേപോലെ ഒരു സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി അധികം വാങ്ങാം, ഇനി ഇത് മുകളിലോട്ടേക്ക് വരുന്നതെന്ന് നമ്മൾ കൂടുതൽ വാങ്ങുകയാണ്. അപ്പോൾ പിന്നെയും കുറേ കഴിഞ്ഞാൽ അത് താഴോട്ടേക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇമോഷൻസ് കാരണം നമ്മളുടെ പല തീരുമാനങ്ങളും ഡിസിഷൻസൊക്കെ ഡയറക്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ബാധിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ഇമോഷൻസ് ഇല്ല, നമ്മൾ അറിയാണ്ട് പൈസ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ടൈം ചെയ്യേണ്ട ആ പ്രവണത നമുക്ക് ഉണ്ടാവില്ല. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം മാർക്കറ്റ് ടൈം ചെയ്യാൻ പറ്റില്ല, പക്ഷേ എന്നാലും നമ്മളിതൊക്കെ ചെയ്യും. നമ്മളിങ്ങനെ പല മിസ്റ്റേക്സും ഡയറക്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. അപ്പോൾ അതൊന്നും ഇവിടെ ബാധിക്കില്ല. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് നിർത്താൻ പറ്റും. അതായത് നമ്മൾ എല്ലാ മാസവും ഇപ്പോൾ ഒരു 1000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് മതി, നിർത്താം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിർത്താം. അതായത് ഒരു ലോക്ക് ഇൻ പീരീഡ് ഒന്നുമില്ല. ഇപ്പോൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ വേണമെങ്കിലും നിർത്താം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എമൗണ്ടിൽ വ്യതിയാനം വരുത്താം. ഇപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ ശമ്പളം കൂടുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവിടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതായത് ഇവിടെ SIP എമൗണ്ട് കുറക്കാനും കൂട്ടാനും പോസ് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ദ മാർക്കറ്റ് റിസ്ക്. അതായത് എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കേണ്ട, എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ റുപ്പി കോസ്റ്റ് ആവറേജിങ് ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കോസ്റ്റ് ഇത് ആവറേജ് ഔട്ട് ചെയ്യും.
അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നമ്മൾക്ക് SIP തുടങ്ങാം. അപ്പോൾ നിങ്ങളൊരു ബിഗിനറാണോ, നിങ്ങളുടെ കയ്യിൽ വലിയൊരു എമൗണ്ട് ഇല്ല ഇൻവെസ്റ്റ് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SIP വഴി മ്യൂച്വൽ ഫണ്ടിലൂടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം ഇവിടെ വലിയൊരു ക്യാപിറ്റലിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്കൊരു 500 രൂപ അല്ലെങ്കിൽ 250 രൂപ വെച്ചൊക്കെ SIP തുടങ്ങണമെങ്കിൽ തുടങ്ങാം. അതുപോലെ നിങ്ങളൊരു സാലറിഡ് എംപ്ലോയീസ് ആണെങ്കിൽ നമ്മൾക്കൊരു ഡിസിപ്ലിൻഡ് ഇൻവെസ്റ്റിംഗ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ് ഈ SIP. മാത്രമല്ല ലോങ് ടേം ആയിട്ട് നിങ്ങൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, കൂടുതൽ മാർക്കറ്റിനെ പറ്റിയൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് വഴി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെ നമ്മൾക്ക് മ്യൂച്വൽ ഫണ്ട് വഴി SIP തുടങ്ങാം? അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾക്ക് ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. സെറോദേൻ്റെ കോയിൻ ഉണ്ട്, ഗ്രോ ആപ്പ് ഉണ്ട്, Paytm മണി ഉണ്ട്, കുവേര ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും ആപ്പ് വഴി നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഓരോരോ മ്യൂച്വൽ ഫണ്ടിൻ്റെ വെബ്സൈറ്റ് വഴി, അതായത് ഇപ്പോൾ ആക്സിസ് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ അവരുടെ AMC വെബ്സൈറ്റ് വഴി നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതൊരു പ്രൊമോഷനല്ല, നിങ്ങൾ സെറോദിൻ്റെ കോയിൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലെങ്കിൽ ഗ്രോ നല്ലൊരു ആപ്ലിക്കേഷനാണ്, ഗ്രോ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. അപ്പോൾ ഗ്രോൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ KYC ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടി വരും. നിങ്ങൾ ആധാർ, പാൻ കാർഡ്, ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. നോ യുവർ കസ്റ്റമർ എന്നാണ് പറയുക KYC. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മൾ ആരാണെന്ന് അവരറിയണ്ടേ, ഇൻവെസ്റ്റർ ആരാണെന്ന് ഈ പ്ലാറ്റ്ഫോം അറിയണ്ടേ. അപ്പം KYC ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം. എന്നിട്ട് ഈ ഒരു ആപ്ലിക്കേഷനായിട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യണം. ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എല്ലാ മാസവും ഇത്ര നിശ്ചിത തുക ഈ ഒരു AMCയിലേക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം ആ ആപ്പിൽ കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു പേടി ഉണ്ടാവും, അയ്യോ എൻ്റെ പൈസ പോവോ, ഇവരെൻ്റെ പൈസ തട്ടി എടുക്കുമോ, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, സെറോദ, ഗ്രോ ഇതൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. അങ്ങനെ തട്ടിപ്പൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആ പേടിയൊക്കെ മാറ്റി വെക്കുക, പേടിച്ച് ചെയ്യരുത്. നിങ്ങൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാണ് മ്യൂച്വൽ ഫണ്ടിൽ, ആ പണം ഗ്രോ ചെയ്യട്ടെ, എനിക്ക് നല്ലൊരു വെൽത്ത് ഉണ്ടാവട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ ഉണ്ടാവും, അത് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഈ KYC ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങേണ്ടത്, ഇതൊക്കെ യൂട്യൂബിൽ പല വീഡിയോസിലും നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. ഞാൻ അതിൻ്റെ പ്രത്യേകിച്ചുള്ള വീഡിയോസ് ഇടുന്നില്ല. അത് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, ഹൗ ടു ബൈ എ ഫണ്ട് ത്രൂ സെറോദ കോയിൻ, അല്ലെങ്കിൽ ഹൗ ടു ബൈ എ ഫണ്ട് ത്രൂ ഗ്രോ ആപ്പ്, അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് വീഡിയോസ് കാണും. അപ്പം ഒരു ഫണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഫണ്ട് എങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കും? അത് നമ്മുടെ റിസ്ക്, ടൈം ഹൊറൈസൺ, നമ്മുടെ ഗോൾസ്, ഇതൊക്കെ വെച്ച് വേണം ഒരു ഫണ്ട് സെലക്ട് ചെയ്യാൻ. അപ്പോൾ തുടക്കക്കാർക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു മിനിമം 5 years വരെയെങ്കിലും ഹോൾഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഫ്ലെക്സി ക്യാപ് ഫണ്ട് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ബട്ട് സ്റ്റിൽ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കണം. ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അതൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഏതൊക്കെ ടൈപ്പ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ കിട്ടും, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾസും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലയളവൊക്കെ മനസ്സിലാക്കിയിട്ട് ഏത് ഫണ്ടിൽ നിക്ഷേപിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഫണ്ട് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു പ്ലാറ്റ്ഫോമിൽ ആ ഫണ്ട് തിരഞ്ഞെടുത്തിട്ട് SIP എമൗണ്ട് കൊടുക്കുക. ഏത് ഡേറ്റിലാണ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഈ പണം ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ആ ഒരു ഡേറ്റ് സെറ്റ് ചെയ്യുക. ഫ്രീക്വൻസി സെറ്റ് ചെയ്യുക, വീക്ക്ലി വേണോ മന്ത്ലി വേണോ എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്യുക. മന്ത്ലി ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. എന്നിട്ട് ഓട്ടോ ഡെബിറ്റും ഇനേബിൾ ചെയ്യണം, അതായത് ഓട്ടോമാറ്റിക്കലി ബാങ്കിൽ നിന്ന് ഈ ഫണ്ടിലോട്ടേക്ക് പോകണം. നിങ്ങൾ തന്നെ എല്ലാ മാസവും പോയിട്ട് ഈ ആപ്ലിക്കേഷൻ തുറന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സാലറീഡ് എംപ്ലോയീസ് ആണെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷേ നിങ്ങൾ സാലറീഡ് എംപ്ലോയീസ് അല്ല, നിങ്ങൾക്ക് വരുമാനം വല്ലപ്പോഴേ കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ മാത്രം ഓട്ടോ ഡെബിറ്റ് ഓപ്ഷനും യൂസ് ചെയ്യേണ്ട. നിങ്ങൾക്ക് പണം എപ്പോഴാണോ കിട്ടുന്നത് ആ സമയം പോയി ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി SIP ശരിക്കും നല്ലതാണോ? എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം, ദിസ് ഈസ് ദ സ്മാർട്ടസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് വേ ടു ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. കാരണം നമ്മൾ ബിഗിനേഴ്സ് ആണെങ്കിൽ എക്സ്പെർട്ടൈസിൻ്റെ ഒരു ആവശ്യം ഇവിടെ ഇല്ല. നമ്മൾ പണം കൊടുത്താൽ മതി, മ്യൂച്വൽ ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മൾ ബിസി പ്രൊഫഷണൽസ് ആണെങ്കിൽ ഓട്ടോമേറ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് SIP ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതൊന്നും അറിയണ്ട, എല്ലാ മാസവും സാലറി വാങ്ങുന്നു, അതിൽ നിന്നൊരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ലോങ് ടേമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് SIP ആണ്. റുപ്പി കോസ്റ്റ് ആവറേജിങ് ഉള്ളതുകൊണ്ട് ലംസം എമൗണ്ട് ഇടുന്ന ആ ഒരു റിസ്ക് നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് തൊട്ട് നിങ്ങൾ SIP ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി ചിന്തിച്ച് തുടങ്ങുക. മാസം 500 രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ജസ്റ്റ് സ്റ്റാർട്ട് ഇറ്റ്. പക്ഷേ എൻ്റെ ഒരു പ്രാക്ടിക്കൽ ഒരു സജഷൻ എന്ന് പറയുന്നത് 500 വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, ഇവൻച്വലി അത് കൂട്ടിക്കൊണ്ടിരിക്കുക ആ എമൗണ്ട്. 500 രൂപ എല്ലാ മാസം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ കോടീശ്വരനാവാനൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഈ ജന്മത്ത് നടക്കണമെന്നില്ല, 2-3 ജന്മം എടുക്കേണ്ടി വരും. അപ്പോൾ ഈ ജന്മത്ത് നമുക്ക് കോടീശ്വരനാവണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓരോ വർഷവും എമൗണ്ട് കൂട്ടി വരിക, സ്റ്റെപ്പ് ചെയ്യുക, SIP സ്റ്റെപ്പ് ചെയ്യുക. ആ സ്റ്റെപ്പ് ഓപ്ഷൻ ഒക്കെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ സെറോദയിൽ കോയിനിലൊക്കെ നിങ്ങൾ വാങ്ങുവാണെങ്കിൽ അതിൽ സ്റ്റെപ്പ് എന്നിട്ട് കാണിക്കും. അപ്പോൾ നമുക്ക് എത്ര ശതമാനം സ്റ്റെപ്പ് ചെയ്യാന്നുള്ളത് അവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വർഷവും നിങ്ങളുടെ ഇൻകം കൂടുന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്റ്റെപ്പ് ഓപ്ഷൻ കൊടുക്കാം. അല്ലെങ്കിൽ അത് കൊടുക്കണമെന്നില്ല. ബട്ട് ഈവൻച്വലി എമൗണ്ട് കൂട്ടി കൊണ്ടുവരിക, ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് കൂട്ടി കൊണ്ടുവരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എപ്പോഴും ഓർക്കുക, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. പണം നന്നായി കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ
പണത്തിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. എൻ്റെ സ്ത്രീ സുഹൃത്തുക്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങണം. ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം അല്ലേ? ജോലിയുള്ളവരും ജോലി ഇല്ലാത്ത ആൾക്കാരും പണം ഇൻവെസ്റ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. എപ്പോഴും നമുക്കൊരാൾ ചെയ്തു തരുമെന്ന് വിചാരിച്ചിരിക്കരുത്. നമ്മളുടെ ആ കംഫേർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കണം. റിസ്ക് പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കരുത്. ഓക്കെ, അങ്ങനെ പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ റിസ്ക്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ടേക്ക് കെയർ.